എൻ്റെ ജീവിതത്തിലെ എല്ലാം ദുഃഖങ്ങൾ പോലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്ദിയുടെ പ്രകടനം എന്നത്. തീർച്ചയായും അങ്ങനെ നന്ദിയോടുകൂടി ജീവിച്ച വ്യക്തിയാണ്. പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അങ്ങനെ ജീവിച്ച ആ വലിയ വ്യക്തിയാണ്. നവമോനച്ചൻ്റെ പക്വത സത്യത്തിൽ അവിടെയാണ് നാം ദർശിക്കുന്നത്. ജീവിതമെല്ലാം ഭംഗിയായി പോകുമ്പോൾ ശാന്തമായി ജീവിക്കുന്നത് ഒരു പ്രശ്നമല്ല. എന്നാൽ തനിക്കെതിരെ എല്ലാ കാര്യങ്ങളും, തൻ്റെ അപകടം, അതുപോലെ അദ്ദേഹത്തിന് മാനസിക വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നേരെ അദ്ദേഹം നിൽക്കുവാനായിട്ട്, ശാന്തനായി നിൽക്കുവാനായിട്ട് സാധിച്ചു. അതിനെയാണ് പക്വത എന്ന് വിളിക്കുന്നത്. പക്വത എന്നത് എന്താണ്? മോമെൻ്റ് ഓഫ് ക്രൈസിസിൽ ഒരു മനുഷ്യൻ പുലർത്തുന്ന നിലപാടാണ് പക്വത എന്നത്. അതാണ് ജോമോനച്ചൻ നമ്മെ പഠിപ്പിക്കുന്ന പക്വത. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് പുഞ്ചിരിച്ച് മുമ്പോട്ട് പോകേണ്ടത് എന്നതിനുള്ള ഏറ്റവും നല്ല മറുപടിയാണ് ജോമോനച്ചൻ്റെ ജീവിതം. ഏറ്റവും വലിയ മാതൃകയാണ് ജോമോനച്ചൻ്റെ ജീവിതം എന്നത് നമുക്കെല്ലാവർക്കും. ഞാൻ അധികം ഇനി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ജോമോനച്ചൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എല്ലാ ദിവസവും ചിന്തകൾ പങ്കുവയ്ക്കുമായിരുന്നു. എന്താണ് ജോമോനച്ചനെ ഈ ഒരു പ്രസന്നവദനാക്കി തീർത്തത്? ദുഃഖത്തിൻ്റെ നടുവിൽ, വേദനയുടെ നടുവിൽ, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ അൺസർട്ടനിറ്റിയുടെ നടുവിൽ എന്താണ് ജോമോനച്ചനെ മുമ്പോട്ട് നയിച്ചത് എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ മാർച്ചിൽ പെസഹ വ്യാഴാഴ്ച അദ്ദേഹം ഇങ്ങനെ എഴുതി. ലോകമേ യാത്ര എന്ന കവിതാ സമാഹാരത്തിൽ സിസ്റ്റർ മേരി ബെനീഞ്ച മനോഹരമായി കുറിച്ചിട്ട വരികൾ ഇങ്ങനെയാണ്: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പദ്യമാണിത്. ഒരിക്കൽ ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് നാം ഓരോരുത്തരും. പോകുമ്പോൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവും ഇരുകരങ്ങളും വിരിച്ചു പിടിച്ച് ശൂന്യമായ കരങ്ങളോടെയാണ് കുരിശിലേറിയത്. അവൻ നേടിയെടുത്തത് ഈ ലോകത്തിൻ്റെ സമ്പത്തായിരുന്നില്ല, നേടിയെടുത്തതിനേക്കാൾ അധികം അവൻ നൽകുകയായിരുന്നു. അനേകം ഹൃദയങ്ങളെ നേടിയെടുക്കുവാനായിട്ട് അവന് സാധിച്ചു. ഇന്നും അനേകം ഹൃദയങ്ങളെ അവൻ നേടിക്കൊണ്ടിരിക്കുന്നു. പേരും പ്രശസ്തിയും ബുദ്ധിയും ശക്തിയും സമ്പത്തുമെല്ലാം ഇല്ലാതാകും. പക്ഷേ ക്രിസ്തുവിനെ പോലെ മനുഷ്യഹൃദയങ്ങളെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യഹൃദയങ്ങളെ നേടിയെടുത്ത ശക്തനായ വൈദികനായിരുന്നു. ഒത്തിരി ഒച്ചപ്പാടില്ലാതെ ഹൃദയങ്ങളെ നേടിയെടുത്ത വ്യക്തി. ഞാൻ പറഞ്ഞു, അദ്ദേഹം ശാന്തനായിരുന്നു. എങ്ങും ഒരിക്കലും ഒച്ചപ്പാടില്ലാതെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ റെക്ടറാക്കി നിയമിച്ചപ്പോൾ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും അദ്ദേഹം കുട്ടികളെ സ്വാധീനിക്കുക എന്നത്. എന്നാൽ ഒരു ഒച്ചപ്പാടുമില്ലാതെ ആ കുട്ടികളെല്ലാം ഒറ്റ സ്വരത്തിൽ പറയും, അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തികളിലുള്ള ആളാണ് ജോമോനച്ചൻ എന്ന് അച്ഛൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്. ഇതാണ് കർത്താവ് പറഞ്ഞത്, ഇതാ ചെറിയ വിത്ത് വലുതാകുന്നത് പോലെ, ഇതാ മാവിനെ പുളിപ്പിക്കുന്നത് പോലെ ഒച്ചപ്പാടില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ, തങ്ങളുടെ ശിഷ്യന്മാരുടെ ജീവിതത്തെ സ്വാധീനിച്ച വ്യക്തിയായിരുന്നു ജോമോൻ. വീണ്ടും ഈ ദിവസത്തെ പ്രകാശിപ്പിക്കുവാൻ അദ്ദേഹം കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച എഴുതിയ ഒരു ചിന്ത കൂടി ഞാൻ വായിക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച എഴുതിയ ചിന്ത ഇന്നത്തെ ജോമോൻ്റെ വിടപറയൽ ശുശ്രൂഷയിൽ നമ്മെ ശക്തരാക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ
ആ വരികൾ ഒത്തിരി നമ്മെ സഹായിക്കും. ദുഃഖവെള്ളി എന്ന വാക്ക് ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലും മനോഹരമായ മറ്റൊരു വാക്കുണ്ട് ഈ ദിവസത്തെ സൂചിപ്പിക്കുവാൻ. ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച. ഇന്ന് ശരിക്കും ദുഃഖത്തിൻ്റെ ദിവസമല്ല, ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഞാനും നിങ്ങളുമൊക്കെ സന്തോഷിക്കേണ്ട ദിവസമാണ്. എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും വേദനകൾക്കും രോഗങ്ങൾക്കും പാപത്തിനുമൊക്കെ മീതെ ഞാനിന്ന് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഈ ദിവസമാണ്, ദുഃഖവെള്ളിയാണ്. എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ഏറ്റെടുത്തവൻ്റെ വിജയത്തിൻ്റെ ദിവസമാണിന്ന്. എങ്ങനെയാണ് കുരിശിൽ കിടക്കുന്നവൻ വിജയിച്ചു എന്ന് പറയുന്നത്? അതാണ് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ പ്രത്യേകത.